പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് പഠിക്കുന്നത് പുതിയ ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ പഠിച്ചു. കൺസ്യൂമർ എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിമം പോയിന്റ് ഓഫ് സാറ്റിസ്ഫാക്ഷനിൽ എത്തിച്ചേരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. മൈക്രോ എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡിനെ സാധാരണ ഡിഫൈൻ ചെയ്യാറുള്ളത് ഡിമാൻഡ് ഈസ് ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ തിങ് അല്ലെ പേ ഫോർ എ ഗുഡ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ഒരു ഡിസയർ ഉണ്ടാവണം. സാധനം കിട്ടാൻ വേണ്ടി ആ സാധനം കിട്ടാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടാവണം, ഡിസയർ ഉണ്ടാവണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ അത് വാങ്ങാനുള്ള എബിലിറ്റി ഉണ്ടാവണം. ഡിസയർ ഉണ്ടാവണം, എബിലിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ ആ കയ്യിലുള്ള പണം ചെലവാക്കാനുള്ള വില്ലിംഗ്നെസ്സും ഉണ്ടാവണം. ഒരാൾക്കൊരു പേന വേണം, 10 രൂപ. നിങ്ങൾക്ക് ഒരു 10 രൂപയുടെ ഒരു പേന വാങ്ങണം. അപ്പോൾ ആ 10 രൂപയുടെ പേന വാങ്ങണമെങ്കിൽ ആ വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാവണം. ആദ്യം എന്തുണ്ടാവണം? അത് വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാവണം, ഡിസയർ ഉണ്ടാവണം. രണ്ടാമത് അത് വാങ്ങാനുള്ള എബിലിറ്റി ഉണ്ടാവണം, അതിനുള്ള പണം ഉണ്ടാകണം. 10 രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, എബിലിറ്റി ഉണ്ടാകണം. അതുപോലെ തന്നെ അതിനുവേണ്ടി പണം ചെലവാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം, വില്ലിംഗ്നെസ് ഉണ്ടാകണം, അതിനുള്ള മനസ്സുണ്ടാവണം, പണം ചെലവാക്കാനുള്ള മനസ്സ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ പേന നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂ. ആ പേനയ്ക്ക് ഡിമാൻഡ് ഉണ്ടാകും. ആ പേനയുടെ കച്ചവടം നടക്കും. നിങ്ങളുടെ കൂട്ടുകാരിക്ക് പേന വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഇതേ പേന തന്നെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവളുടെ കയ്യിൽ പൈസയില്ല. അപ്പോൾ അത് വാങ്ങാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങാൻ പറ്റില്ല. അതേപോലെ തന്നെ കൂട്ടുകാരിയുടെ കയ്യിൽ ആഗ്രഹമുണ്ട്, വാങ്ങാൻ പൈസയുമുണ്ട്, പക്ഷേ അത് ചെലവാക്കാനുള്ള ഇച്ഛാശക്തിയില്ല. പണം ചെലവാക്കുന്നതിൽ മടിയുള്ള ആളാണ്, ഈ 10 രൂപ ചെലവാക്കത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവത്തില്ല? ഡിമാൻഡ് ഉണ്ടാവത്തില്ല. വാട്ട് ഈസ് ദ ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി? അതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ബൈ ആൻഡ് ഈസ് ഏബിൾ ടു അഫോർഡ് given the prices of the commodity and the taste and preferences of the consumer is called the demand for the commodity. അപ്പം അതിനെയാണ് ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. കൺസ്യൂമർക്ക് വില്ലിംഗ്നെസ് ഉണ്ടാകണം. കൺസ്യൂമർ ഈസ് ദ എമൗണ്ട് ഓഫ് ദ കമ്മോഡിറ്റി ദാറ്റ് ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ബൈ. വില്ലിംഗ്നെസ് ഉണ്ടാവണം, ഇച്ഛാശക്തി ഉണ്ടാവണം അത് വാങ്ങാനുള്ള വില്ലിംഗ്നെസ്. പിന്നെയോ ആൻഡ് ഈസ് ഏബിൾ ടു അഫോർഡ്. ആൻഡ് ഈസ് ഏബിൾ ടു അഫോർഡ്, അത് വാങ്ങാനുള്ള എബിലിറ്റി ഉണ്ടാകണം, അതിനുള്ള പണം കയ്യിലുണ്ടാവണം, വാങ്ങാനുള്ള പണം കയ്യിലുണ്ടാവണം. പിന്നെയോ ഗിവൺ ദ പ്രൈസസ് ഓഫ് ദ, ഈ സാഹചര്യത്തിൽ എന്തൊക്കെ സുനിശ്ചിതമായിട്ട് നമുക്കറിയാം? ആ സാധനത്തിന്റെ വില നിശ്ചിത വിലയാണെന്നറിയാം. അതേപോലെ തന്നെ ഈ കൺസ്യൂമറുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമുക്കറിയാം. അപ്പം ഒരു നിശ്ചിത ഇഷ്ടാനിഷ്ടമുള്ള അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹമുള്ള കൺസ്യൂമർ ആയിരിക്കണം അത്. അപ്പൊ വാങ്ങാൻ ആഗ്രഹമുള്ള കൺസ്യൂമർ, സാധനത്തിന്റെ വില അറിയാവുന്ന കൺസ്യൂമർ അത് വാങ്ങണമെങ്കിൽ 2 കാര്യങ്ങൾ കൂടി ഉണ്ടാവണം. ഒന്ന് വില്ലിംഗ്നെസ് ഉണ്ടാകണം, ഒന്ന് എബിലിറ്റി ഉണ്ടാകണം, ഏബിൾ ടു അഫോർഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടാകും. അപ്പം there are certain factors that affect the demand. The amount of the commodity that the consumer optimally chooses depends on certain factors. ചില ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഡിമാൻഡ് എന്ന് പറയുന്നത്. കൺസ്യൂമർ ഒരു നിശ്ചിത സാധനം ഡിമാൻഡ് ചെയ്യുന്നത് ധാരാളം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് 4 ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നമ്മൾ ആ 4 ഘടകങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ദ പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റി. ഈ സാധനത്തിൻ്റെ തന്നെ വില. സാധനത്തിൻ്റെ വില വളരെ കൂടുതലാണെങ്കിൽ ഒരുപക്ഷെ കൺസ്യൂമർ അതിനെ ഡിമാൻഡ് ചെയ്യില്ല. അപ്പോൾ ആ സാധനത്തിൻ്റെ വില, അതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഈ കൺസ്യൂമറുടെ വരുമാനം, ഈ സാധനം വാങ്ങാനുള്ള വരുമാനം, അതിന് തക്ക പണം ഈ കൺസ്യൂമറുടെ കയ്യിലുണ്ടാവണം. ഇൻകം ഓഫ് ദ കൺസ്യൂമർ. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ. ഈ കൺസ്യൂമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അഭിരുചികൾ, ഈ കൺസ്യൂമറുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഈ സാധനം വാങ്ങുന്നതിന് അനുകൂലമായിരിക്കണം. അല്ലെങ്കിൽ ഒരു പ്രത്യേക സാധനം ഇഷ്ടമില്ലാത്തൊരു കൺസ്യൂമർ ആ സാധനം വാങ്ങില്ല. അപ്പോൾ ആ സാധനം വാങ്ങുന്നതിനുള്ള ഇഷ്ടം അല്ലെ അഭിരുചി ആ കൺസ്യൂമർക്ക് ഉണ്ടാവണം. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. അതായത് ഈ സാധനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങളുടെ വില.
അപ്പോൾ ഒരു സാധനം വാങ്ങുന്ന കൺസ്യൂമർ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങളുടെ വിലകൾ കൂടി പരിഗണിച്ചിട്ടാണ് ഈ സാധനം വാങ്ങുന്നത്. ഇപ്പോൾ പേന വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ബോൾ പെന്നാണോ വാങ്ങുന്നത്, ഒരുപക്ഷെ നിങ്ങൾ മഷിപ്പേനയുടെ വില കൂടി ചിലപ്പോൾ നിങ്ങൾ പരിഗണിച്ചെന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട മഷിയുടെ വില അല്ലെങ്കിൽ റീഫില്ലിൻ്റെ വില ഒക്കെ പരിഗണിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രത്യേക പേന വാങ്ങുന്നത്. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ, വേറെയും ഘടകങ്ങളുണ്ട്, പോപ്പുലേഷൻ, ക്ലൈമറ്റ് തുടങ്ങിയ മറ്റ് ഘടകങ്ങളും ഒക്കെ ഇതിനെ സ്വാധീനിക്കും. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രൈസസ് ഓഫ് ദ കമോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റീസ്. അങ്ങനെ 4 ഘടകങ്ങളാണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ദ കമോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ ഒപ്റ്റിമലി ചൂസസ് ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്: പ്രൈസസ് ഓഫ് ദ കമോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, പ്രൈസസ് ഓഫ് റിലേറ്റഡ് commodities. Whenever there is a change in any one of these factors, any one of these variables, the demand for the commodity changes. ഈ പറഞ്ഞ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ മതി ആ സാധനത്തിൻ്റെ ഡിമാൻഡ് മാറാൻ. ഇപ്പോൾ പറഞ്ഞില്ലേ, പേനയുടെ വില 10 രൂപയിൽ നിന്ന് 15 രൂപയായിട്ട് കൂടിയാൽ ഒരുപക്ഷെ നിങ്ങൾ ആ പേന വാങ്ങില്ല, പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമറുടെ ഇൻകം, നിങ്ങളുടെ ഇൻകം കുറഞ്ഞു പോയാൽ, നിങ്ങൾക്ക് ഈ പേന വാങ്ങാനുള്ള കഴിവില്ലാതെ വന്നാൽ നിങ്ങൾ ആ പേന വാങ്ങില്ല. 10 രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പേന വാങ്ങില്ല. ഇനി നിങ്ങളുടെ ഇൻകം കൂടിയാൽ ചിലപ്പോൾ നിങ്ങൾ വാങ്ങില്ല, 10 രൂപയുടെ പേനയ്ക്ക് വരെ 100 രൂപയുടെ പേനയാകും വാങ്ങുക. അങ്ങനെ ഈ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് ചേഞ്ച് ആകും. വെനെവർ one or more of the above variable changes, the quantity of the good chosen by the consumer also changes. മനസ്സിലായോ? അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൺസ്യൂമർക്ക് ആഗ്രഹവും ഇച്ഛാശക്തിയും എബിലിറ്റിയും ഉണ്ടെങ്കിൽ കൺസ്യൂമർ ഒരു സാധനം വാങ്ങും, അതാണ് ഡിമാൻഡ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡിമാൻഡ്? ചോദനം എന്നാൽ എന്താണ്? ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? പ്രധാനമായിട്ട് 4 ഘടകങ്ങളാണ്. ഒന്ന്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, സാധനത്തിൻ്റെ തന്നെ വില. രണ്ടാമത്തത്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, കൺസ്യൂമറുടെ വരുമാനം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, അനുബന്ധ സാധനങ്ങളുടെ വിലകൾ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസ്യൂമറുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്, ചോദനത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമാൻഡ് കർവ് ആൻഡ് ദ ലോ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് കർവും ചോദന നിയമവും, അതാണ് നമ്മുടെ അടുത്ത പാഠഭാഗം. ദ റിലേഷൻ ബിറ്റ്വീൻ ദ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ആൻഡ് ഇറ്റ്സ് പ്രൈസ് ഈസ് കോൾഡ് ദ ഡിമാൻഡ് ഫങ്ഷൻ. ചോദനധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് ഫങ്ഷൻ. ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ ദ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ആൻഡ് ഇറ്റ്സ് പ്രൈസ്. ഒരു സാധനത്തിൻ്റെ കൺസ്യൂമർ തിരഞ്ഞെടുക്കുന്ന ക്വാണ്ടിറ്റിയും അതിൻ്റെ പ്രൈസും തമ്മിലുള്ള റിലേഷനെ നമ്മൾ പറയുന്ന പേരാണ് ചോദനധർമ്മം അല്ലെങ്കിൽ ഡിമാൻഡ് ഫങ്ഷൻ. The consumer's demand function for a good gives the amount of the good that the consumer chooses at different levels of its price when other things remain unchanged. മറ്റ് കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ലാത്ത അവസ്ഥയിൽ സാധനത്തിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റമനുസരിച്ച് വ്യത്യസ്ത വിലകളിൽ കൺസ്യൂമർ തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്ത ക്വാണ്ടിറ്റികൾ ആണ് ഡിമാൻഡ് ഫങ്ഷൻ കാണിക്കുന്നത്. പ്രൈസ് അല്ലാതെ ഉള്ള യാതൊരു ഘടകങ്ങൾക്കും മാറ്റമില്ല. അതർ തിങ്സ് റിമെയിൻ അൺചേഞ്ച്ഡ്. അതൊരു കണ്ടീഷനാണ്, ഒരു വ്യവസ്ഥയാണ്. കൺസ്യൂമറുടെ ഇൻകത്തിന് മാറ്റമില്ല, പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസിന് മാറ്റമില്ല, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിന് മാറ്റമില്ല. ഈ സാഹചര്യത്തിൽ കൺസ്യൂമർ വിലയിലുണ്ടാകുന്ന മാറ്റമനുസരിച്ച് വ്യത്യസ്ത ക്വാണ്ടിറ്റികൾ തിരഞ്ഞെടുക്കും സാധനത്തിൻ്റെ. അത് തമ്മിലുള്ള ബന്ധം, പ്രൈസ് മാറുന്നതിനനുസരിച്ച് ഈ ക്വാണ്ടിറ്റിയിലും വ്യത്യാസമുണ്ട്. സാധനത്തിൻ്റെ വില കുറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ സാധനങ്ങൾ കൂടുതൽ വാങ്ങിക്കും, വില കൂടുമ്പോൾ കുറച്ച് വാങ്ങിക്കും. ആ ഒരു ബന്ധം, സാധനത്തിൻ്റെ വിലയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് വാങ്ങുന്ന ക്വാണ്ടിറ്റിയിൽ കൂടുതലോ കുറവോ വരും. ആ റിലേഷൻ ആണ് ഡിമാൻഡ് ഫങ്ഷൻ. Thus, the consumer's demand function for a good gives the amount of the good that the consumer chooses
at different levels of its price when the other things remain unchanged. മറ്റു കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ലാത്ത അവസ്ഥയിൽ കൺസ്യൂമർ വ്യത്യസ്ത വിലകളിൽ വ്യത്യസ്ത എമൗണ്ടുകൾ ചൂസ് ചെയ്യുന്നു. ആ റിലേഷനാണ് നമ്മൾ ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് ഫങ്ഷനെ വി ക്യാൻ ഓൾസോ റൈറ്റ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇക്വേഷൻ. അതാണ് ഡിമാൻഡ് ഫങ്ഷൻ്റെ ഇക്വേഷൻ. The consumer's demand for a good as a function can be written as, നമുക്കിതൊരു ഇക്വേഷനായിട്ട് എഴുതാം. ആ ഇക്വേഷനാണ് എക്സ് ഈസ് ഇക്വൽ ടു എഫ് ഓഫ് പി എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്. ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് ദ ഗുഡ്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. പ്രൈസ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, സ്വതന്ത്രമായിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു വേരിയബിളാണ്. ഈ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ കാണിക്കുന്നത്. എക്സ് ഈസ് ഇക്വൽ ടു എഫ് ഓഫ് പി. ഡിമാൻഡ് ഫംഗ്ഷനെ നമ്മളൊരു ഇക്വേഷനായിട്ട് എഴുതി. ഇതേ ഡിമാൻഡ് ഫംഗ്ഷനെ നമുക്കൊരു ഗ്രാഫായിട്ടും വരയ്ക്കാം, ഒരു ഡയഗ്രമായിട്ട് വരയ്ക്കാം. The graphical representation of the demand function is called the demand curve. അങ്ങനെ ഗ്രാഫായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവാണ് ഡിമാൻഡ് കർവ്. The graphical representation of the demand function is called the demand curve. ഈ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇറ്റ് ഈസ് എ നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ്. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ചരിഞ്ഞു വരുന്ന ഒരു കർവാണ് ഡിമാൻഡ് കർവ്. ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് ഡിമാൻഡ് കർവ്. ഇതാ നോക്കൂ, ഡിമാൻഡ് കർവിൻ്റെ വരച്ചിരിക്കുന്ന വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ പ്രൈസ് മാർക്ക് ചെയ്തിരിക്കുന്നു, ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നു. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ പ്രൈസിൻ്റെ മാറ്റം അനുസരിച്ച് ക്വാണ്ടിറ്റിയിലുണ്ടാകുന്ന മാറ്റം, അതാണ് ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡിമാൻഡ് ഫങ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവിന് അതുകൊണ്ട് നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന എക്സ് ഈസ് ഇക്വൽ ടു എഫ് ഓഫ് പി എന്ന് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ഒരു ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിറൈവിംഗ് എ ഡിമാൻഡ് കർവ് ഫ്രം ഇൻഡിഫറൻസ് കർവ്സ് ആൻഡ് ബജറ്റ് കൺസ്ട്രെയിൻസ്. ബജറ്റ് കൺസ്ട്രെയിൻസിൽ നിന്നും ഇൻഡിഫറൻസ് കർവിൽ നിന്നും, അല്ല ഇത് രണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മളൊരു ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത്. ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ഡയഗ്രത്തിൽ നമുക്ക് വെർട്ടിക്കൽ ആക്സിസും ഹൊറിസോണ്ടൽ ആക്സിസും, ആദ്യത്തെ പാനൽ എ നോക്കുക. വെർട്ടിക്കൽ ആക്സിസും ഹൊറിസോണ്ടൽ ആക്സിസും ഉണ്ട്. അവിടെ വ്യത്യസ്ത ബജറ്റ് ലൈനുകളുണ്ട്. അപ്പം ഇൻ ദിസ് ഫിഗർ വി സീ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് സി, ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഇൻഡിഫറൻസ് കർവ് ഈസ് ടാൻജന്റ് ടു ദ ബജറ്റ് ലൈൻ. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, when the price of bananas decreases, the budget line shift rightwards in the horizontal axis. നോക്കി, ഹൊറിസോണ്ടൽ ആക്സിസിൽ ബജറ്റ് ലൈൻ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കുന്നു ബനാനയുടെ വിലയിൽ കുറവുണ്ടായതിനനുസരിച്ച്. അപ്പൊ അതിനനുസരിച്ച് ഹിയർ ഡിമാൻഡ് ഫോർ ബനാനാസ് ഇൻക്രീസ് ആസ് ഇറ്റ്സ് പ്രൈസ് ഡ്രോപ്സ്. പ്രൈസ് കുറയുമ്പോൾ എന്താ, ഡിമാൻഡ് കൂടുന്നു, ബനാനയുടെ ഡിമാൻഡ് കൂടുന്നു. ഹിയർ വി ഒബ്സർവ് ദാറ്റ് a drop in the price of bananas results in an increase in the quantity of bananas purchased by an individual who maximizes his utility. Here the consumer maximizes his utility by purchasing more units of bananas. Therefore the demand curve for bananas is negatively sloped. നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം, ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. വില കുറയുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ബനാന കൺസ്യൂമർ പർച്ചേസ് ചെയ്യും. അത് കാണിക്കുന്ന ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കും. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ചരിഞ്ഞു വരുന്നതായിരിക്കും. അതാണ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് എന്ന് പറഞ്ഞത്. മുകളിൽ നിന്ന് താഴേക്ക് ചരിഞ്ഞു വരുന്ന ഡിമാൻഡ് കർവാണ് കൺസ്യൂമറുടേത്. അതിനുള്ള കാരണമാണ് പറഞ്ഞത്, വെൻ ദ പ്രൈസ് ഓഫ് ബനാനാസ് ഡ്രോപ്പ്, the quantity demanded of, the quantity purchased of
bananas increases. The negative slope of demand curve can also be explained using the substitution effect and the income effect. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും ഉപയോഗിച്ച് നമുക്ക് ഈ ഡിമാൻഡ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ് എന്നുള്ളത് സമർത്ഥിക്കാം. അല്ലെങ്കിൽ ഡിമാൻഡ് കർവിൻ്റെ നെഗറ്റീവ് സ്ലോപ്പിൻ്റെ കാരണങ്ങളെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും ഉപയോഗിച്ച് വിശദമാക്കാം. നമുക്ക് ആദ്യമേ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഒന്ന് നോക്കാം. ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്, it becomes cheaper in relation to the other commodity, the price of which has not fallen. When the price of bananas falls, it becomes cheaper in relation to the mangoes. മാങ്ങയുടെ വിലയിൽ മാറ്റമില്ല എങ്കിൽ വാഴപ്പഴത്തിൻ്റെ വിലയിൽ കുറവുണ്ടായാൽ വാഴപ്പഴം എന്ന് പറയുന്നത് മാങ്ങയെ അപേക്ഷിച്ച് വില കുറവുള്ള സാധനമായി മാറും. ശരിയാണല്ലോ. നമ്മൾ വാങ്ങുന്ന രണ്ട് സാധനങ്ങളാണ് വാഴപ്പഴവും മാങ്ങായും. അതിൽ വാഴപ്പഴത്തിൻ്റെ വില കുറഞ്ഞു, മാങ്ങയുടെ വിലയിൽ മാറ്റമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കുറഞ്ഞ സാധനം നമുക്ക് കുറച്ചുകൂടെ ചീപ്പറായിട്ട് മാറി. വില കുറവുള്ള സാധനം നമുക്ക് കുറച്ചുകൂടെ വാങ്ങാവുന്ന നിലയിലേക്ക് മാറും, ചീപ്പറായിട്ട് മാറും. അങ്ങനെ ചീപ്പർ ആയി മാറിയ ബനാന കൂടുതൽ ആളുകൾ വാങ്ങും. വില കുറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആളുകൾ കൂടുതൽ ബനാന വാങ്ങും. അതുതന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഒരു സാധനത്തിന് വില കുറഞ്ഞാൽ ആളുകൾ കൂടുതൽ വാങ്ങും. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇൻകം ഇഫക്റ്റ് നോക്കാം. ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വരുമാന പ്രഭാവം. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്, ഇറ്റ് ഈസ് ഇൻ ഇഫക്റ്റ് ലൈക്ക് ആൻ ഇൻക്രീസ് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ആ കൺസ്യൂമറുടെ വരുമാനം കൂടുന്നതിന് തുല്യമാണ്. ഇപ്പം ബനാനയും മാംഗോയും വാങ്ങുന്ന ഒരു കൺസ്യൂമർ, രണ്ടിനും 5 രൂപ വീതമാണ്, ഓരോ കിലോ വീതമാണ് ദിവസവും അയാൾ വാങ്ങുന്നത്. അതിൽ ബനാനയുടെ വില 4 രൂപയായിട്ട് കുറഞ്ഞാൽ യഥാർത്ഥത്തിൽ 9 രൂപയ്ക്ക് അയാൾക്ക് 1 കിലോ മാങ്ങായും 1 കിലോ ബനാനയും വാങ്ങാൻ പറ്റും. 5 രൂപ വിലയുണ്ടായിരുന്ന ബനാനയുടെ വില 4 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ 1 രൂപ അയാൾക്ക് ലാഭമുണ്ടായി. ആ 1 രൂപ യഥാർത്ഥത്തിൽ അയാളുടെ ഇൻകം കൂടുന്നതിന് തുല്യമാണ്. ഈ 1 രൂപ ഉപയോഗിച്ച് ഇയാൾക്ക് കൂടുതൽ ബനാനയോ കൂടുതൽ മാംഗോയോ അധികമായി വാങ്ങാം. അധികമായിട്ട് വന്ന 1 രൂപ ഉപയോഗിച്ച് കൂടുതൽ ബനാനയോ കൂടുതൽ മാംഗോയോ ഈ കൺസ്യൂമറിന് വാങ്ങാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് when the price of a commodity falls, it is in effect like an increase in the income of the consumer. ഒരു സാധനത്തിൻ്റെ വില കുറയുന്നത് കൺസ്യൂമറുടെ ഇൻകം കൂടുന്നതിന് തുല്യമാണ്. When the price of bananas drops, the purchasing power of the consumer increases. അല്ലേ? ബനാനയുടെ വില കുറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കൺസ്യൂമറുടെ പർച്ചേസിംഗ് പവർ കൂടുകയാണ്. കൺസ്യൂമറുടെ സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് കൂടും, പർച്ചേസിംഗ് പവർ കൂടും. അതിൻ്റെ പരിണിത ഫലം എന്താണ്? ഇറ്റ് ഫർദർ ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ബനാനാസ് ആൻഡ് മാംഗോസ്. അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് കൺസ്യൂമർ കൂടുതൽ ബനാനയും കൂടുതൽ മാംഗോയും വാങ്ങാം, അല്ലെ വാങ്ങാൻ കഴിയും. ദിസ് ഈസ് ദ ഇൻകം ഇഫക്റ്റ് ഓഫ് എ പ്രൈസ് ചേഞ്ച്. ഇതാണ് പ്രൈസ് ചേഞ്ചിൻ്റെ ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് ചേഞ്ച് ഉണ്ടായി, അല്ലെ പ്രൈസ് കുറഞ്ഞാൽ കൺസ്യൂമറുടെ പർച്ചേസിംഗ് പവർ കൂടും, കൺസ്യൂമർ കൂടുതൽ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ വില കുറഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങും. വില കുറഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും ഇരിക്കുക? ഇറ്റ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ്. ഇറ്റ് വിൽ ബി നെഗറ്റീവ്ലി സ്ലോപ്ഡ്. ഇനി നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. മൈക്രോ എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ലോ ഓഫ് ഡിമാൻഡ്. വളരെ ലളിതമായ നിയമമാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ചോദന നിയമം എന്ന് മലയാളത്തിൽ പറയും. ചോദന നിയമം, ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് അതർ തിങ്സ് ബീയിങ് ഈക്വൽ, there is a negative relationship between the quantity of a commodity purchased and its price. ലോ ഓഫ് ഡിമാൻഡിനെ നമുക്ക് ഇങ്ങനെയും പറയാം. when price of the commodity increases, demand for it falls.
and when price of the commodity decreases, demand for it rises, other factors remaining the same. വളരെ ക്ലിയർ ആണ്. ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, മറ്റ് ഘടകങ്ങളിൽ മാറ്റമില്ല. അതാണ് ലോ ഓഫ് ഡിമാൻഡ്. വളരെ ക്ലിയറാണ്. വില കൂടിയാൽ ഡിമാൻഡ് കുറയും, വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. അതർ ഫാക്ടേഴ്സ് റിമൈനിങ് ദ സെയിം നമുക്കറിയാം. ഏതൊക്കെയാണ് അതർ ഫാക്ടേഴ്സ്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് എക്സെട്ര. അതാണ് അതർ ഫാക്ടേഴ്സ്. അപ്പോൾ അതിലൊന്നും മാറ്റമില്ലെങ്കിൽ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അതാണ് ലോ ഓഫ് ഡിമാൻഡ്. നമ്മുടെ അടുത്ത കോൺസെപ്റ്റാണ് ലീനിയർ ഡിമാൻഡ്. ഒരു ലീനിയർ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, അല്ലെ ലീനിയർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആദ്യമേ തന്നെ ഒരു ലീനിയർ ഡിമാൻഡ് കർവ് ഒന്ന് വരച്ചു നോക്കാം. ഡിമാൻഡ് കർവ് വരയ്ക്കാൻ നമുക്കറിയാം. വെർട്ടിക്കൽ ആക്സിസിൽ പ്രൈസും ഹൊറിസോണ്ടൽ ആക്സിസിൽ ക്വാണ്ടിറ്റിയും മാർക്ക് ചെയ്യുക, അല്ലേ? ചെയ്തിട്ടാണ് നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ഉണ്ടാകും ലീനിയർ ഡിമാൻഡ് കർവിന്. അത് തമ്മിൽ യോജിപ്പിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരയ്ക്കുന്നത്. ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ് എന്ന്. നമ്മളിവിടെ വെർട്ടിക്കൽ ആക്സിസിൽ എ ബി എന്ന് പറയുന്ന വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ആക്സിസിൽ എ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ആ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ ലീനിയർ ഡിമാൻഡ് കർവ്. ഈ ലീനിയർ ഡിമാൻഡ് കർവിന് നമ്മൾ കൊടുക്കുന്ന പേര് Q = A - BP എന്നാണ്. ഇനി ഈ Q = A - BP എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരു ലീനിയർ ഡിമാൻഡ് കർവ് ഇതാണ്. A linear demand curve can be written as D of P = A - BP. D of P = 0 എന്നൊരു സിറ്റുവേഷൻ വരും when P is greater than A/B. പ്രൈസ് A/B എന്ന് പറയുന്ന വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. D of P = A - BP. അതിന് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അവിടെ 0 < P < A/B എന്ന് പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് 0യ്ക്കും A/Bക്കും ഇടയിലായിരിക്കും. വെർട്ടിക്കൽ ആക്സിസിൽ ഒന്ന് നോക്കൂ, പ്രൈസ് 0 മുതൽ A/B വരെയാണ്. അതിനിടയിലായിരിക്കണം പ്രൈസ്. അങ്ങനെയാണെങ്കിൽ D of P = A - BP. D of P എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് ഈസ് ഈക്വൽ ടു A - BP. A - BP എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്, സ്ട്രെയിറ്റ് ലൈൻ്റെ ഫോമിലുള്ള ഒരു ഇക്വേഷനാണ്. വേർ A ഈസ് ദ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. അവിടെ A എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആണ്. നമ്മൾ ആദ്യമേ തന്നെ ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കറിയാം A എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആണ്. -B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൻ്റെ ചരിവിനെ കാണിക്കുന്ന മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടിയാണ് -B എന്ന് പറയുന്നത്. -B കൊണ്ട് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് -B. P എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈസ് ആണ്. അപ്പം D of P = A - BP എന്ന് പറയുന്നതാണ് ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ. ഇതെന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ഡിമാൻഡ് കർവ്, ലീനിയർ ഡിമാൻഡ് കർവ്, സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയിരിക്കും, അല്ലേ? അപ്പം നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് D of P = A - BP എന്നാണ്. ഇപ്പോൾ 0 ആണ് പ്രൈസ് എങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് A ആയിരിക്കും. പ്രൈസ് എന്ന് പറയുന്നത് A/B, ഹയസ്റ്റ് പോസിബിൾ പ്രൈസ് ആണ്. A/B ആണെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പ്രൈസ് = A/B അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് 0 ആയിരിക്കും. A/B കൂടുതലാണെങ്കിലും ഡിമാൻഡ് 0 ആയിരിക്കും.
അതാണ് നമ്മൾ ഡി ഓഫ് പി ഈസ് ഇക്വൽ ടു 0 ഇഫ് പ്രൈസ് ഗ്രേറ്റർ ദാൻ എ ബൈ ബി എന്ന് മുമ്പ് സൂചിപ്പിച്ചത്. അറിയേണ്ട കാര്യങ്ങൾ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ഓഫ് പി ഈസ് ഇക്വൽ ടു എ മൈനസ് ബി പി എന്നാണ്. അവിടെ എ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആണ്, മൈനസ് ബി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൈനസ് ബി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ്. പിന്നീട് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ, അറ്റ് 0 പ്രൈസ് ഡിമാൻഡ് ഈസ് എ. പിന്നെ അറിയേണ്ട കാര്യം, അറ്റ് പ്രൈസ് ഈക്വൽ ടു എ ബൈ ബി ദ ഡിമാൻഡ് ഈസ് 0. The slope of the demand curve measures the rate at which demand changes with respect to its price. അതാണ് മൈനസ് ബി, ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ്. അത് കാണിക്കുന്നത് എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് ദ ഡിമാൻഡ് ചേഞ്ചസ്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഏത് റേറ്റിലാണ് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് കാണിക്കുന്നത്, മൈനസ് ബി. ഫോർ എ യൂണിറ്റ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്, ദ ഡിമാൻഡ് ഫോൾസ് ബൈ ബി യൂണിറ്റ്സ്. ബി എന്ന് പറയുന്ന യൂണിറ്റ് ഫോൾ ഉണ്ടാകും. ഒരു സാധനത്തിൻ്റെ വില 1 യൂണിറ്റ് കൂടുമ്പോൾ ഡിമാൻഡ് ബി യൂണിറ്റ് കുറയും. അതാണ് മൈനസ് ബി കാണിക്കുന്നത്, സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ്.